ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ, വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ. മൊഴി നേരം തന്നിൽ ധ്വനിക്കും കാഹളം അക്ഷരം നിദ്ര വിട്ടുണരും വിശുദ്ധൻ, മൊഴി നേരം തന്നിൽ ധ്വനിക്കും കാഹളം അക്ഷരം നിദ്ര വിട്ടുണരും വിശുദ്ധൻ. ഉന്നത ജീവനെയാണ്ടു പോയിടും വാനമേഘത്തിൽ, ഉന്നത ജീവനെയാണ്ടു പോയിടും വാനമേഘത്തിൽ. പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ, വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ, വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിൽ ഒരിക്കൽ കൂടി നാം ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ വിട്ട് പിന്മാറിപ്പോയാലുണ്ടാകുന്ന അനുഭവമാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ആയി തീരരുത് എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കയ്പുള്ള വേര് മുളയ്ക്കുന്ന അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പിന്നെയോ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വല്ല കയ്പുള്ള വേരും മുളച്ച്. ദൈവമക്കളെ, ചില വേരുകളൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ എന്നും കിടക്കുന്നുണ്ട്. നാം മനസ്സിലാക്കണം, നാം ഒരുപക്ഷെ മാനസാന്തരപ്പെട്ടവരായിരിക്കാം, ദൈവവഴിയിലേക്ക് ജീവിതം സമർപ്പിച്ചവരായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനേക മാറ്റങ്ങൾ നമുക്ക് കൃപയാൽ വന്നിട്ടുണ്ട്. അനേക പാപങ്ങളുടെ മേൽ കർത്താവ് നമുക്ക് ജയം തന്നിട്ടുണ്ട്. ഒരു കാലത്ത് നാം തോറ്റുകൊണ്ടിരുന്ന അടിമകളായിരുന്ന അനേക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ജയം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്, വല്ല കയ്പുള്ള വേരും ഉള്ളിൽ കിടന്നാൽ അത് മുളച്ചു വരുന്ന അനുഭവമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, കയ്പുള്ള വേരുകൾ മനുഷ്യ ഹൃദയത്തിൽ മുളച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മുളച്ച് കലക്കമുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു മനസ്സ് നഷ്ടപ്പെട്ടു പോകും, ഹൃദയത്തിലെ ഐക്യത തോർന്നു പോകും. കലക്കമുണ്ടാക്കുക മാത്രമല്ല, അനേകർ അതിനാൽ മലിനപ്പെട്ടു പോകുമെന്ന്. ദൈവത്തിന് സുപ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആ അടിവേരുകൾ, നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ആ പഴയ കയ്പുള്ള വേരുകൾ അല്ലെങ്കിൽ പഴയ മനുഷ്യൻ്റെ അടിവേരുകൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ പൊങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് മറ്റുള്ളവർക്ക് കലക്കമായി തീരും. അവർക്ക് ആത്മീയ ജീവിതത്തിൽ അതൊരു പ്രതിബന്ധമായി തീരുമെന്ന് നാം എപ്പോഴും ചിന്തിച്ചു നോക്കണം. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ആർക്കെങ്കിലും മുറിവായി ഇന്ന് കിടക്കുന്നുണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട്
ആരുടെയെങ്കിലും ആത്മീയ ജീവിതത്തിൽ ഒരു വാട്ടം വന്നിട്ടുണ്ടോ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ വാക്കുകൾക്ക് വലിയ മൂർച്ചയുണ്ട്. അത് തിരുവചനം പറയുന്നുണ്ട്, അത് വാളുകൊണ്ട് കുത്തും പോലെ കുത്തുന്നതാണ് വാക്കുകളെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, എന്നെ തല്ലിയിട്ടില്ല, അങ്ങനെ ഉപദ്രവങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അന്ന് ഞാൻ പറഞ്ഞ പല വാക്കുകളും, അസഭ്യമായ വാക്കുകളും അല്ലെങ്കിൽ കഠോരമായ വാക്കുകളുമൊക്കെ എൻ്റെ ഭാര്യ ഇന്നും പറയുമെന്ന്. അത് കഠോരമായിരുന്നു, അല്ലെങ്കിൽ അത് ഹൃദയത്തിൽ മുറിപ്പാടുണ്ടാക്കുന്നതായിരുന്നു, അത് കുത്തി മുറിവേൽപ്പിക്കുന്ന പോലുള്ള വാക്കുകളായിരുന്നു എന്ന്. ദൈവമക്കളെ, ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൂട്ടായ്മയിലൊക്കെ വന്നതിന് ശേഷം ഒരു രാത്രി ഒരു ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി വൈകോളം ഇരുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ദൈവവേദൽ പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ജോർജ്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വേദന വരുന്ന കാര്യങ്ങൾ പറയരുത്, കുത്തുകൊള്ളുന്ന വാക്കുകൾ പറയരുത് എന്ന്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം മനുഷ്യന് വേദനയുളവാക്കുന്നതും മുറിവുള്ളതാക്കുമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നാം മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൽ കയ്പുള്ള അടിവേരുകൾ കിടപ്പുണ്ട് എന്ന്. ദൈവമക്കളെ, ഇത് എപ്പോഴാണ് മുളച്ചു വരുന്നത്? അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് അടിവേര് മുളച്ചു വരുന്നത്. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കോപം നമ്മുടെ ഉള്ളിൽ ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പലരും ചിന്തിക്കും, അതൊക്കെ പോയി, ഞാൻ അതിനെയൊക്കെ ജയിച്ചു എന്ന്. ദൈവമക്കളെ, എന്നാൽ നാം മനസ്സിലാക്കണം, അനുകൂലമായ ഒരു സാഹചര്യം വന്നിട്ടും നമുക്ക് കോപം വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്? കർത്താവിൻ്റെ കൃപ കൊണ്ട് അതിൽ നിന്ന് എനിക്ക് ജയം കിട്ടിയെന്ന്. ദൈവമക്കളെ, ഒരു സാഹചര്യവും കോപിക്കാൻ വരാതിരിക്കുമ്പോൾ നമുക്ക് കോപമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കോപം മാറിയെന്ന് ചിന്തിക്കരുത്. അനുകൂലമായ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവിടെ നമുക്ക് ശാന്തതയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ നമുക്ക് ക്ഷമയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്ന്? പ്രിയപ്പെട്ടവരെ, ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അടിവേരുകൾ, ആ കയ്പുള്ള വേരുകൾ, അതൊക്കെ മുളച്ച് പ്രിയപ്പെട്ടവരെ കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെട്ടു പോകാനിടയുണ്ട്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തില് വിഗ്രഹാരാധനയോടെ ബന്ധത്തില് മോശ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുമ്പോൾ പറയുന്നതാണ് ഈ കാര്യങ്ങൾ. ദൈവത്തിന് നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 29-ാമത്തെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആ ജാതിയുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വേദന അല്ലെങ്കിൽ ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്ത്? നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്തിലെ ആ ജാതികളുടെ ദേവന്മാരെ ആരാധിക്കുവാൻ, നമസ്കരിക്കുവാൻ അതിന് മനസ്സ് വെക്കുന്നവര്, അവരുടെ ആ വിഗ്രഹാരാധനയോട് ചേരാൻ ഇഷ്ടപ്പെടുന്നവര് ആരും നിങ്ങളുടെ കൂട്ടത്തില് ഉണ്ടാകരുത് എന്ന്. ഒന്നുകൂടി വായിച്ച വാക്യം. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് ജാതികളുടെ ദേവന്മാര്, ദൈവമില്ലാത്ത വിഗ്രഹാരാധികളുടെ അവരുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള, നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറി മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കുലമാകട്ടെ ഒരു ഗോത്രമാകട്ടെ ആരും, ഇസ്രായേൽ ജനത്തോട് പറയാണ്, നിങ്ങളിൽ ആരും ആ ദേശത്തെ ജാതികളുടെ ദേവന്മാരെ, വിഗ്രഹങ്ങളെ, വിഗ്രഹാരാധനയോട് ചെന്ന് ചേരുന്നവരാരും ഉണ്ടാകരുത് എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നാം കരുതലുള്ളവരായിരിക്കണം. എപ്പോഴും നാം ഏകാഗ്ര ഹൃദയത്തോടെ മുമ്പോട്ട് പോകണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിരുത് തെറ്റിപ്പോകാതെ നാം എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. വിഗ്രഹാരാധനയെ പിന്തുടരരുത്, അന്യദേവന്മാരെ ആരാധിക്കരുത്. പ്രിയപ്പെട്ടവർ, എന്താണ് വിഗ്രഹാരാധന? ഇന്നും അനേകർക്ക് പിടികിട്ടാൻ പലപ്പോഴും ചിന്തിക്കും, ഞാനൊരു വിഗ്രഹത്തെ ആരാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു അന്യദൈവത്തെ ആരാധിക്കുന്നില്ലോ. എന്നാൽ ദൈവമക്കളെ, നാം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? യേശുക്രിസ്തുവിനേക്കാൾ അധികമായി എന്തെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹ വിഷയങ്ങളായി കടന്നു വന്നിട്ടുണ്ടോ അതെല്ലാം വിഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് കിട്ടേണ്ട ആ സ്നേഹവും ആ മഹത്വവും പ്രിയപ്പെട്ടവരെ അത് ലഭിക്കാതെ അതിനേക്കാൾ മുകളിലായി എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം ഒരു വിഗ്രഹമാണ്. പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ അത്
നമ്മുടെ പണമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നിരമ്പുളയിടങ്ങളായിരിക്കാം, നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കുള്ള ചില പ്രത്യേകമായ കഴിവുകളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാൾ അധികമായി നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ എന്ന്, കർത്താവിനേക്കാൾ അധികമായി നമ്മുടെ ഹൃദയത്തിൽ അതിനൊക്കെ സ്വാധീനമുണ്ടോ എന്ന് നാം ചിന്തിച്ച് നോക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നാം സ്ഥാനം യേശുക്രിസ്തുവിന് കൊടുത്തില്ല എങ്കിൽ പിന്നെ അതിനേക്കാൾ അധികമായതൊക്കെ വിഗ്രഹാരാധനയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി പറഞ്ഞാൽ അത് ദൈവം വെറുക്കുന്നതാണ്, കർത്താവ് വേദനിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ പറയും, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് അറിയുന്നില്ലയോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അവരെ വിളിച്ചിരിക്കുന്നത് വ്യഭിചാരിണികളായുള്ളവരെ എന്ന. ദൈവമക്കളെ, അവർ വ്യഭിചാരം ചെയ്തോ നോക്കുമ്പോൾ മനുഷ്യന്റെ ദൃഷ്ടിയിൽ അവർ വ്യഭിചാരം ചെയ്തു. എന്നാൽ എന്താണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അങ്ങനെ വിളിച്ചത്? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തു എന്ന ആ ഏകപുരുഷനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മുടെ ഹൃദയം ലോകത്തിലേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അരുമമണവാളനായ ക്രിസ്തുവിനേക്കാൾ അധികമായി ഈ ലോകത്തെ നാം സ്നേഹിക്കുമ്പോൾ അതാണ് വ്യഭിചാരമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കി, ലോകസ്നേഹം നമ്മെ ഭരിക്കുന്നുണ്ടോ എന്ന്. ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്, ലോകം നമുക്ക് കൂടിയേ കഴിയൂ. പണം നമുക്ക് വേണം, ആരോഗ്യം നമുക്ക് ആവശ്യമാണ്, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം, ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, വാഹനം വേണം, എല്ലാം നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതൊന്നും ഒരു ദൈവവൈതലിൻ്റെ ഉള്ളത്തിൽ കടന്ന് അതെല്ലാം നമ്മെ മുക്കിക്കളയാനിട വരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പടകൊരിക്കലും ആ വെള്ളം, പ്രിയപ്പെട്ടവരെ, ഈ പടകിൻ്റെ ഉള്ളിലേക്ക് കയറി മുങ്ങിപ്പോകാനിട വരരുത്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് മുങ്ങിപ്പോകാൻ ഒരിക്കലും ഇടവരരുത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ചേ. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. ക്രിസ്തുവിനെ നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം പഴയ ന്യായപ്രമാണത്തിലാണ് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്താൽ നാം രക്ഷ പ്രാപിക്കുമെന്ന് കരുതി മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയി. വായിച്ചേ. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? കൃപയാലുള്ള ആ രക്ഷ നാം മുറുകെ പിടിക്കാതെ നാം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ തുടരുത്, പിടിക്കരുത്, നോക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ആശ്രയിച്ചു പോയെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ പറയും, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികളും കാരണമല്ല എന്ന്. കൃപയാലുള്ള ആ രക്ഷ, കൃപയാലുള്ള ആ നീതീകരണം, സൗജന്യമായ ആ നീതീകരണം, ദൈവത്തിൻ്റെ സ്തോത്രം, അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, അത് കൃപയാണ് പ്രിയപ്പെട്ടവരെ. അത് കൃപയാണ്, അത് സൗജന്യമാണ്. ദൈവമക്കളെ, ഇന്നും മനുഷ്യന് മനസ്സിലാകാത്ത കാര്യം അതാണ്. എന്ത്? ഈ സൗജന്യമായ ആത്മാവിൻ്റെ രക്ഷ. ദൈവമക്കളെ, നമുക്കത് സൗജന്യമായിട്ട് തരികയാണെങ്കിലും കർത്താവ് അതിൻ്റെ വില കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ കുറ്റമില്ലാത്ത രക്തം കാൽവരിയിൽ ചിന്തിയത് കൊണ്ടാണ് നമുക്ക് സൗജന്യമായ രക്ഷ. പ്രിയപ്പെട്ടവരെ, നാം ഏൽക്കേണ്ട ശിക്ഷയെല്ലാം കർത്താവ് കുരിശിൽ ഏറ്റത് കൊണ്ടാണ് നമുക്ക് സൗജന്യമായ ആ രക്ഷ അനുഭവിക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. വ്യർത്ഥമായി തീരരുത്. ദൈവമക്കളെ, ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. എന്ത്? ദൈവത്തിന്റെ കൃപ ലഭിച്ചത് അത് വ്യർത്ഥമായി തീരരുത് എന്ന്, അത് വിലയില്ലാത്തതായി തീരരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കത് വിലയില്ലാത്തതായി തോന്നരുത് എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് അത് വ്യർത്ഥമായി തീരരുത്. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോകുന്നത്? ദൈവത്തിന്റെ കൃപ അനുഭവിച്ച, വീണ്ടെടുപ്പ് അനുഭവിച്ച, മാനസാന്തരം അനുഭവിച്ച, രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവര് പിന്മാറിപ്പോകുമ്പോഴാണ്
ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി തീരുന്നത്. ദൈവമക്കളെ, നമുക്ക് പിന്മാറ്റമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഞാൻ മുമ്പോട്ടാണോ അതോ പുറകോട്ടാണോ? എന്നെ ഈ ലോകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ലോകം നമ്മെ കീഴടക്കിയിരിക്കുകയാണോ? ഇന്ന് അനേകരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകമേ ശരണം, ലോകം കീഴടക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകമയത്വം അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. പാപമാണോ? എന്നാൽ പാപമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ് മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരുടേതിലേക്കും മാത്രമായി തീരരുത്. നാം എപ്പോഴും ഓർത്തുകൊള്ളണം, മറ്റുള്ളവരുടേതിലേക്കും നോക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് നോക്കാൻ ഒരിടമേ ഉള്ളൂ. എൻ്റെ കർത്താവിന് സ്തോത്രം. നമ്മുടെ ഹൃദയം എവിടെയാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കൂട്ടായ്മയിൽ വന്ന കാലത്തേക്കാൾ സഹോദര, നിന്റെ ഹൃദയം ഇന്ന് ലോകത്തിലേക്ക് പോയില്ലേ? നിന്റെ ആഗ്രഹങ്ങൾ ലോകത്തിലേക്ക് പോയില്ലേ? അന്നുള്ള ക്രിസ്തുവിനോടുള്ള സ്നേഹം ഇന്ന് നിന്റെ ഹൃദയത്തിലുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അന്ന് നീ ഒഴിവായി നിന്ന, മാറി നിന്ന പലതിനോടും ഇന്ന് നീ പറ്റിച്ചേർന്നല്ലേ നിൽക്കുന്നത്? ചിന്തിച്ചു നോക്കിയേ. ദൈവമക്കളെ, ലോകസ്നേഹത്തിലേക്ക്, ലോകമയത്വത്തിലേക്ക് അനേകർ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, എന്നാൽ പാപമാണോ ചിന്തിക്കുമ്പോൾ അല്ല സഹോദര. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, കർത്താവ് പ്രസാദിക്കാത്ത ഒന്നിനോടും ചേർന്ന് നിന്നാൽ എൻ്റെ സഹോദര, എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുകയില്ല, കൃപ നിന്നിൽ നിൽക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിന്നിൽ ഉണ്ടാകണമെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ്റെ തിരുമുഖത്ത് നിന്ന് കണ്ണുപറിക്കാതെ നിൽക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു കാലത്ത് പാപമാണെന്ന് ചിന്തിച്ചവര്, അതെനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചത്, അതൊന്നും ഇന്ന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരല്ലേ അനേകര്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അണുവിട തെറ്റാതെ, കടുകിട തെറ്റാതെ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കണം ദൈവമക്കളെ. ക്രിസ്തീയ ജീവിതം വളരെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമുള്ളതാ പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് അത് പ്രയാസമായി തീരുന്നത്? മനുഷ്യൻ തന്നെ യാത്ര ചെയ്യുമ്പോഴാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കർത്താവിനോട് കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം എൻ്റെ കർത്താവിനോട് കൂടെയുള്ള ജീവിതമാണ് ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരത്തിൽ മുറുകെ പിടിച്ച്, കർത്താവേ നിൻ്റെ കൃപ എന്നെ വിട്ട് മാറരുതെന്നുള്ള ആ ലക്ഷ്യബോധത്തോടെ നാം നിന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ കാക്കുന്നൊരു കരമുണ്ട്, നമ്മെ കരുതുന്നൊരാത്മാവുണ്ട്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ മാനസാന്തരപ്പെട്ട കാലത്ത് ഞാൻ വലഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആ പഴയ പ്രകൃതികൾ, ആ കയ്പുള്ള വേരുകൾ, അതിൻ്റെ എല്ലാം അടിവേരുകൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷമിച്ചു പോയ കാലങ്ങളുണ്ട്. ഞാൻ ഒരിക്കലൊരു ദേവദാസനോട് ചോദിച്ചതാ, ഈ പോരാട്ടം ഇനി എത്ര കാലമുണ്ട് എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പോരാട്ടം കൊണ്ട് വലഞ്ഞു പോകും ചിലപ്പോൾ. എന്നാൽ അന്ന് എനിക്ക് പറഞ്ഞു തന്നെന്ത്, മനുഷ്യൻ ശരീരത്തിലിരിക്കുന്ന കാലം അത്രയും പോരാട്ടമുണ്ട്, വീണുപോകാൻ സാധ്യതയുണ്ട്, വീണു പോകണമെന്നില്ല, എന്നാൽ പോരാട്ടമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, മരണം വരെയും പോരാട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യമാകുമ്പോൾ പോരാട്ടം അവസാനിക്കുമെന്നല്ല, എന്നും പിശാച് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വീഴിക്കാൻ അവൻ ജാഗരൂകനായി നടക്കുക. ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴും നമ്മെ വീഴിക്കണമെന്നുള്ള ആ ഒറ്റ ലക്ഷ്യത്തോടെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അവൻ ലജ്ജയില്ലാത്തവനാ ദൈവമക്കളെ, അവൻ മടുത്തു പോകാത്തവനാ. സഹോദര, നീ 10 കൊല്ലം നിന്നോ, മകനെ നീ ഇനിയും കരുതലോടെ ജീവിക്കണം. 50 കൊല്ലമായി എന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, വീഴാതെ നിൽക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യകാലത്ത് വീണുപോയ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അനേകകാലം കൂട്ടായ്മയിൽ നിന്നവർ, പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ചു പോയവർ, തളർന്നു പോയവർ, പിന്മാറ്റം കൊണ്ട് ഹൃദയം മരവിച്ചിരിക്കുന്നവർ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു കാലത്തുണ്ടായിരുന്ന ദൈവസ്നേഹം ചോർന്നുപോയി, കൂട്ടായ്മയോടുള്ള സ്നേഹം ചോർന്നുപോയി, ദൈവമക്കളോടുള്ള സ്നേഹം ചോർന്നുപോയി. സഹോദര, അത് നിൻ്റെ അനുഭവമാണോ? അത് നിൻ്റെ ഹൃദയത്തിലെ അനുഭവമാണോ? പ്രിയപ്പെട്ട പിതാവേ, അതാണോ ഇന്ന് ഹൃദയത്തിൻ്റെ അനുഭവം? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട അമ്മച്ചി, ചിന്തിച്ചു നോക്കി, അതാണോ ഇന്ന് ഹൃദയത്തിലെ അനുഭവം? ഇന്ന് ഭർത്താവുമായിട്ട് പൊരുത്തമുണ്ടോ? മക്കളുമായിട്ട് സ്നേഹത്തോടെയാണോ ജീവിക്കുന്നത്? കൂട്ടായ്മയോട് ഒരു കാലത്തുണ്ടായിരുന്ന സ്നേഹം എന്തെന്നുണ്ടോ? കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെയും നാം തിരിഞ്ഞു നോക്കണം. സ്നേഹം തണുത്തു പോകരുത്, അതിസ്നേഹം കുറഞ്ഞു പോകരുത്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, യാത്ര മുമ്പോട്ട് പോകും തോറും നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകരുത്, നമ്മുടെ ഏകാഗ്രത കുറഞ്ഞു പോകരുത്, നമ്മുടെ നിർമ്മലത കുറഞ്ഞു പോകരുത്, നമ്മുടെ സമർപ്പണം കുറഞ്ഞു പോകരുത്. നാം എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിച്ച വേദഭാഗത്തേക്ക് വരാൻ ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിക്കാം. അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. ഈ കലക്കവും കയ്പും എല്ലാം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് എന്ത്? അനേകർ വീണുപോകും, അല്ലെങ്കിൽ അനേകർ വഴിതെറ്റിപ്പോകും. അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണെന്ത്? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. നല്ല പാരമ്പര്യമുള്ള പിതാക്കന്മാരുടെ കുടുംബത്തിലാണ് ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നല്ല പൈതൃകത്തിലാണ് വളർത്തപ്പെട്ടത്. എന്നാൽ നാം മനസ്സിലാക്കണം എന്ത്? ജ്യേഷ്ഠാവകാശം അതെനിക്ക് വിലയില്ല, അല്ലെങ്കിൽ അതെനിക്ക് എന്തിനാണെന്നുള്ള ചിന്ത. എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു എന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, എന്താണ് ഏശാവിന് പറ്റിയത്? ഈ ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില എന്താണെന്നോ അത് എന്തിനാണെന്നോ ഒന്നും ഏശാവ് ചിന്തിച്ചില്ല. ദൈവമക്കളെ, ഈ ജ്യേഷ്ഠാവകാശം ആ വീട്ടിൽ മറ്റുള്ള മക്കളെക്കാളെല്ലാം ആദ്യജാതന് ഇരട്ടി പങ്ക് ലഭിക്കുന്നതാണ് ഈ ജ്യേഷ്ഠാവകാശം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, കുടുംബത്തിലെ തലവനാണ്. കുടുംബത്തിലെ തലവൻ ആ കുടുംബത്തിലെ ഭരണകാര്യങ്ങളിലെല്ലാം ആ മുൻപിട്ട് നിന്ന് കുടുംബം ഭരിക്കുവാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല, പൗരോഹിത്യം, ആത്മീയ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ ആദ്യജാതനാണ് ദൈവം അനുവദിച്ചിരുന്നത്. ദൈവമക്കളെ, ഈ പദവികളൊക്കെയാണ് ഏശാവ് അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിച്ചു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അപക്തരായി തീരരുത്. നമുക്ക് വായിക്കാം, ഉൽപ്പത്തി 25:31 വായിച്ചേ. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. ദൈവമക്കളെ, യാക്കോബ് നല്ല പായസം ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ഏശാവ് വേട്ട തേടി വളരെ ക്ഷീണിച്ച് അവശനായി കടന്നു വന്നിരുന്നപ്പോൾ ദൈവമക്കളെ, ആ പായസം ഏശാവിനെ കീഴടക്കി കളഞ്ഞു എന്ന് യാക്കോബ് ആ അവസരം മുതലെടുത്തു എന്ന് ഏശാവ് യാക്കോബിനോട് ചോദിച്ചു, എനിക്ക് അല്പം പായസം തരാമോ എന്ന്. ദൈവമക്കളെ, യാക്കോബ് കണ്ണുവെച്ചത് എവിടെയാ? ജ്യേഷ്ഠാവകാശത്തിലാ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരികയാണെങ്കിൽ നിനക്ക് പായസം തരാം. ഒന്ന് വായിച്ചേ ഒന്നുകൂടി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അത് വിൽക്കാൻ വേണമെങ്കിൽ ന്യായപ്രമാണത്തിൽ പ്രൊവിഷനൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ യാക്കോബ് അത് ചോദിച്ചപ്പോൾ ഏശാവ് അതിനെ അലക്ഷ്യമാക്കി കൊടുത്തു എന്നാണ് തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. എന്താ മനസ്സിലാക്കേണ്ടത്? ആ രുചികരമായ ആഹാരം ഏശാവിനെ കീഴടക്കി കളഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ആത്മീയ ജീവിതത്തിലെ വിലയുള്ളതെല്ലാം ഏശാവ് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഒരു നിമിഷത്തിന് വേണ്ടി, ഒരല്പം പായസത്തിന് വേണ്ടി, ആ ജഡത്തിൻ്റെ ഒരല്പം സുഖത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ച് നോക്കി, നാം ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആത്മീയ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഒളിച്ച് മദ്യപിക്കുന്ന സ്വഭാവമുണ്ടോ സഹോദര? ഇന്ന് ഒളിച്ചിരുന്ന് പുകവലിക്കുന്ന സ്വഭാവമുണ്ടോ സഹോദര? അന്യൻ്റെ വല്ലതും ഇന്ന് കൈവശമിരുന്നിട്ടും അതൊന്നും സാരമില്ല എന്ന് ചിന്തിച്ചാണോ മുമ്പോട്ട് പോകുന്നത്? ഏശാവ് ആ ആത്മീയ അനുഗ്രഹങ്ങൾ, ജ്യേഷ്ഠാവകാശം എല്ലാം അവൻ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു. മദ്യപിക്കുന്നിടത്ത് ചെന്ന് സഹോദര, നീ മദ്യപാനിയായി തീരാൻ ഇടവരരുത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക കാലങ്ങൾ കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ടിട്ടും മദ്യപാനം വിടാൻ കഴിയാത്തവരുണ്ട്. നാം ആരും തികഞ്ഞവരൊന്നുമല്ല. കൃപയാൽ കർത്താവ് നമുക്ക് പല മാറ്റങ്ങളും തന്നു. പ്രിയപ്പെട്ടവരെ, പലതിലും നമുക്ക് ജയം തന്നു. എന്നാൽ നാം മനസ്സിലാക്കിക്കൊള്ളണം, നാം എപ്പോഴും കർത്താവിനോട് കൂടെ നിന്നുകൊള്ളണം. ഇല്ലെങ്കിൽ നമ്മെ വശീകരിക്കുന്ന, നമ്മെ വീഴിച്ചു കളയുന്ന, നമ്മെ തകർത്ത് കളയുന്ന ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഏശാവ് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, യേശാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് അഭക്തനായിരുന്നു എന്ന്, ഭക്തിയില്ലായിരുന്നു എന്ന്. ജനിച്ച കുടുംബം നല്ലതായിരുന്നു, മാതാപിതാക്കൾ നല്ലതായിരുന്നു, പാരമ്പര്യമില്ല എന്നുള്ളത്. എന്നാൽ
ഏശാവ് ആ ഭക്തിമാർഗത്തിലല്ല വളർന്നത്, അഭക്തനായിരുന്നു എന്ന്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അതുകൂടി പറയട്ടെ ദൈവമക്കളെ, ഈ ക്രിസ്തീയ ജീവിതം പാരമ്പര്യമായിട്ടൊന്നും കിട്ടുന്നതല്ല കേട്ടോ ദൈവമക്കളെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതേതെങ്കിലും ഒരു ദൈവദാസന്മാർക്ക് എടുത്ത് കൊടുക്കാവുന്ന ഒരു കാര്യമൊന്നും അല്ല ദൈവമക്കളെ. ചൂണ്ടുപലകയായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, ഇതിൻ്റെ വഴി ഇതാണെന്ന്, രക്ഷ എവിടെ നിന്നാണെന്ന്, രക്ഷകൻ ആരാണെന്ന്. എന്നാൽ ദൈവമക്കളെ, ഈ രക്ഷയങ്ങ് എടുത്തു കൊടുക്കാൻ ഈ ഭൂമിയിൽ ആരെയും ദൈവം ആക്കിയിട്ടില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, രക്ഷ കർത്താവിൻ്റെ ദാനമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഏശാവ് അഭക്തനായിപ്പോയി, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. ദൈവമക്കളെ, ഇന്ന് അല്പസ്വല്പം പോരായികയൊക്കെ ഉണ്ടെങ്കിലും സഹോദര, നീ സമർപ്പണത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. നിനക്കൊന്ന് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെടുത്തലുകളും അവഗണനകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ സഹോദര, നീ എടുത്തിരിക്കുന്ന സമർപ്പണത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് കാലുവെക്കരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. എബ്രായലേഖനം 12. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മനഃപൂർവ്വം പാപം ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നാം ആഗ്രഹിക്കുമ്പോൾ പിന്നെ മാനസാന്തരപ്പെടാനോ മടങ്ങി വരാനോ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏശാവ് പിന്നത്തേതിൽ അനുദപിച്ചു, മാനസാന്തരപ്പെടാൻ ആഗ്രഹിച്ചു എന്ന്, എന്നാൽ അതിന് ഇട കണ്ടില്ല എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് എന്ത്? മനഃപൂർവ്വം പാപം ചെയ്ത് പ്രിയപ്പെട്ടവരെ നാം മനഃപൂർവ്വം ദൈവത്തിൽ നകന്നുപോയാൽ ഒരുപക്ഷേ ചിലപ്പോൾ നാം ആഗ്രഹിക്കുമ്പോൾ പിന്നെ മടങ്ങി വരാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം. ഈ കൃപായുഗത്തിൽ ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ദൈവമക്കളെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എന്തെല്ലാം വീഴ്ചകൾ വന്നിട്ടും, എത്ര പിന്മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും, എത്ര അവിശ്വസ്തതകൾ ജീവിതത്തിൽ വന്നിട്ടും, അയ്യോ കർത്താവിനെ എനിക്ക് വേണ്ട എന്ന് എത്രയോ വട്ടങ്ങൾ പറഞ്ഞിട്ടും, ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹിക്കുന്നോർ യേശുവുണ്ട് ദൈവമക്കളെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എത്രയോ കാലം പിന്മാറ്റക്കാരനായി പാപത്തിൻ്റെ അടിമത്തത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ അഴുക്കിലെല്ലാം ജീവിച്ചു പോയൊരു മനുഷ്യനാണ് ഞാൻ. ദൈവമക്കളെ, ഇന്ന് ഞാൻ ഈ തിരുവചനവുമായി നിൽക്കുമ്പോൾ ഞാൻ പറയും, അതിൻ്റെ എല്ലാം പിന്നിൽ കണ്ണുനീരൊഴുക്കിയ എൻ്റെ മാതാപിതാക്കളും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല പിന്നെ മാനസാന്തരപ്പെടണമെന്നോ ഈ കൂട്ടായ്മ കൂടണമെന്നൊന്നും. എന്നാൽ ദൈവമക്കളെ, ഞാൻ പോലും നനച്ചിരിക്കാത്തൊരു ദിവസം കർത്താവ് എന്നെ തേടി വന്നു, കർത്താവിൻ്റെ കൃപ എന്നിലേക്ക് പകർന്നു തന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര പിന്മാറിപ്പോയവർക്കും ഈ കൃപായുഗത്തിലും മടങ്ങി വരാൻ കേട്ടോ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഈ കൃപായുഗത്തിൽ യേശു നിങ്ങളെ വിളിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. മകനെ, നീ എത്ര ദൂരെയാണെങ്കിലും, എത്ര അകലെയാണെങ്കിലും, എത്ര പാപത്തിലാണെങ്കിലും, എൻ്റെ സഹോദര, ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുകയാണ്. കൂട്ടായ്മയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ എൻ്റെ യേശു നാളുകളായി വിളിച്ചുകൊണ്ടിരിക്കുക. നീ ഇന്ന് വരും, നാളെ വരും എന്നെൻ്റെ കർത്താവ് ആശയോടെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവനെ, നീ ഒരു വാക്ക് പറയാതെ മുമ്പോട്ട് പോകരുത് കേട്ടോ. അപ്പാ ഞാൻ പുറകോട്ട് പോയി എന്ന്, അപ്പാ ഞാൻ ദൂരദേശത്തായിപ്പോയി എന്ന്, ഞാൻ പന്നി മേയ്ക്കുന്ന വേലയിലായിപ്പോയി എന്ന്. എന്നാൽ ഇന്ന് ഞാൻ നിന്റെ അരികിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ സന്തോഷത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ദൈവമക്കളെ, നിങ്ങളൊന്ന് സമർപ്പിച്ചേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവനെ ആലിംഗനം ചെയ്ത, അവനെ ചേർത്ത് പിടിച്ച ആ കാൽവരിയിലെ സ്നേഹം കൊണ്ടിപ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. എൻ്റെ മേൽ അപ്പാ നിന്റെ ആണിപ്പാടുള്ള ആ കരമൊന്ന് വെക്കണമേ. തിരുരക്തം കൊണ്ട് ഇന്ന് എന്നെ ഒരിക്കൽ കൂടി ഒന്ന് കഴുകണമേ. ഇതിൽ നാം മഹത്വപ്പെടും.